നമ്മളുടെ നാളത്തെ എക്സാമിന് നമുക്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് കാണാൻ ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ വ്യാപ്തം തന്നെയാണ്. ഓക്കെ, എന്താണ്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം തന്നെയാണ്. അപ്പൊ ഒരു ക്യൂബിക്കൽ വെസൽ ഉണ്ട്, ഇന്നർ സൈഡ് ഓഫ് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ഇന്നർ സൈഡുള്ള ഒരു ക്യൂബിക്കൽ വെസൽ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം അല്ലെ, വോളിയം അല്ലെങ്കിൽ ഉള്ളളവ് എത്രയാണെന്ന് ചോദിച്ചത്. വോളിയം ഉള്ളളവൊക്കെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 10 സെന്റിമീറ്റർ ആണ് ഇന്നർ സൈഡ്. ക്യൂബിക്കൽ വെസൽ അല്ലെങ്കിൽ നമ്മളുടെ സമചതുര പാത്രത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിന്റെ നീളവും വീതിയും ഉയരവും ഒക്കെ സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ വ്യാപ്തം എന്താണ്? 10 ഇൻറ്റു 10 ഇൻറ്റു 10. അതായത് എത്ര വരിക? 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഒന്നാണ്, 3 പൂജ്യം ഇട്ടെടുക്കുക. 1000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്നാണ് മക്കൾ എഴുതേണ്ടത്. റെഡി? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 10 സെന്റിമീറ്റർ ആണ് ഈ ക്യൂബിക്കൽ വെസലിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഉള്ളളവ് എത്രയായിരിക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ.